എൻ്റെ പേര് പീറ്റർ ടി ജെ. ഞാൻ എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈയിടയ്ക്ക് എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള അവസരം ഉണ്ടായി. അതിൻ്റെ 2022 ഏപ്രിൽ 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ വർഷം തന്നെ ഞാനൊരു ബോട്ട് വാങ്ങിയിരുന്നു. 9.5 ലക്ഷം രൂപയോളം ബാങ്കിൽ നിന്ന് കടമെടുത്താണ് ആ ബോട്ട് വാങ്ങിയത്. അതൊരു ഇപ്പോൾ 4 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അത് 11 ലക്ഷം രൂപയോളം പലിശയും ഉൾപ്പെടെ അത് നോട്ടീസ് അയച്ച് 2-3 വട്ടം ആ ഒരു ബാങ്കിൽ നിന്ന് വിളിക്കുകയും നോട്ടീസ് അയക്കുകയും ചെയ്ത്. പിന്നെ ഞാൻ അവിടെ പോയി ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ച് ബോട്ട് എടുത്തിട്ട് പണിയൊന്നുമില്ല, കടമാണ്, അടക്കാനായിട്ട് നിർവാഹമില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഇത് അടക്കാനായിട്ടുള്ളൊരു മാർഗവും ഇല്ല. ഉടമ്പടി എടുത്ത് ഞാൻ പുതുക്കാതെ ആദ്യം ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ പുതുക്കിയിട്ടില്ലായിരുന്നു. ഇതിന് ശേഷം ഈ ബാങ്കിൽ പോയി വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കുകയും അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത്. വള്ളത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായി എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാനത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് അച്ഛനത് പ്രാർത്ഥിച്ച് തന്ന്. ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പിന്നെ ഇവിടുന്ന് പോകുന്നത്. അതിൻ്റെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് ഒരു ദിവസം വന്ന് വിളിപ്പിച്ച് നിങ്ങളെ ബാങ്കിലേക്ക് വിളിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മാനേജറിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് 11 ലക്ഷം രൂപ എന്നുള്ളത് 4 ലക്ഷം രൂപയ്ക്ക് അദാലത്തിൽ എനിക്ക് അത് കുറച്ച് തന്നു. അതിന് ഞാൻ മാതാവിനോട് എന്നും നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഭയങ്കരമായൊരു അപകടത്തിലാണ് ഞങ്ങൾ പെട്ടത്. വഞ്ചിയിൽ ഞങ്ങൾ 13 പേരോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ പണിയെടുത്ത് നിൽക്കുന്ന ടൈമിന് വലിയൊരു കാറ്റും കോളുമാണ് ഞങ്ങളെ പിടിപെട്ടത്. എല്ലാവരും കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് യാതൊരു ആപത്തും കൂടാണ്ട് ഞങ്ങൾക്ക് കരക്ക് വരാൻ സാധിച്ചു. അത് ഞങ്ങൾ അടുക്കുന്നത് ചെല്ലാനത്താണെങ്കിലും അത് ഞങ്ങൾ വഞ്ചി കയറിയത് കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ കയറിയെങ്കിലും കൊച്ചിയിൽ ഞങ്ങൾക്ക് വഞ്ചി പിടിക്കാൻ സൗകര്യമില്ലാത്തത് കാരണം 4 മണി കഴിഞ്ഞ് ആണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ചെല്ലാനത്തേക്ക് തിരിച്ചു പോരേണ്ടി വന്നത്. ആ സമയത്ത് കടലിൽ ഒരു വഞ്ചി പോലും ഇല്ല. ഞങ്ങൾ കാറ്റും കോളും പ്രതികൂലമായ സാഹചര്യത്തിലാണ് ആ വള്ളം അവിടെ നിന്ന് ഞങ്ങൾ പോരുന്നത്. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞങ്ങൾ കരയ്ക്ക് വന്നു. കരയ്ക്ക് വന്നതിന് ശേഷം കാറ്റും കോളും വരികയും കടൽ പ്രക്ഷുബ്ധമാക്കുകയും ചെയ്തു. ഇത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ അത്ഭുതമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം കൊടുക്കാറുണ്ട്. ദശാംശത്തിൻ്റെ 5% മാറ്റി മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോഴത്തേക്ക് ഇടയ്ക്കാണേലും ഇടവക ദിവസങ്ങളിലാണേലും പള്ളിയിൽ പോകാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്. മാസത്തിലാണേലും ഒരു കുറുകി കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ഞങ്ങളവിടെ ഇതുപോലെ തന്നെയൊക്കെ കിട്ടുന്നതിൻ്റെ ദശാംശമൊക്കെ മാറ്റിക്കൊണ്ട് പാവപ്പെട്ടവരാണേലും ആരെങ്കിലുമായിട്ടാണേലും വരുന്നവർക്ക് അതിൽ സഹായിക്കാറുണ്ട്. എനിക്ക് ഇത്ര അനുഗ്രഹം തന്ന മാതാവിനും അമ്മയുടെ തിരുക്കുമാരനും 1 കോടി നന്ദി ഞാൻ പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 4 38-39 തിരുവചനങ്ങൾ. യേശു അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നാം തിരുവചനത്തിൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. പരിശുദ്ധ അമ്മയും ഈശോയും ഒത്തുചേർന്നാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പീറ്റർ എന്ന സഹോദരൻ ഒരു വലിയ തുക 9 ലക്ഷത്തോളം രൂപ ഒരു വഞ്ചി വാങ്ങാനായി ലോൺ എടുത്ത് അത് പലിശയും കുടിശ്ശികയും കൂടി 11 ലക്ഷമായി മാറി തീർന്നു.
അത് കഴിഞ്ഞ് അത് അടയ്ക്കാനായി വളരെ ബുദ്ധിമുട്ടിയപ്പോഴാണ് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ആകെ സങ്കടത്തിലാണെന്ന് മാതാവിനെ അറിയിച്ചു. പരിശുദ്ധ അമ്മ വളരെ പെട്ടെന്ന് തൻ്റെ ബാങ്ക് ഫയലെടുത്ത് മാനേജർക്ക് കൊടുക്കുകയാണ്. ഈശോയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈശോ അതിൽ സൈനിട്ട് കൊടുത്തു. അങ്ങനെ 11 ലക്ഷം രൂപ ഈ സഹോദരനെ വളരെ എളുപ്പമായി 4 ലക്ഷം രൂപയായി അത് കുറച്ചു കൊടുത്തു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഈ സഹോദരൻ പറയുകയുണ്ടായി, സ്ഥിരീകരണ സമയത്ത് ഞാൻ ബാങ്കിലേക്ക് പോയപ്പോൾ പരിശുദ്ധ അമ്മയെ കൂട്ടിയാണ് പോയത്. ഞാൻ എൻ്റെ കാശുരൂപവും ഉപ്പും എല്ലാം കൊണ്ടുപോയി അവിടെ എല്ലാ പ്രയോഗങ്ങളും നടത്തി. അതിന് ശേഷമാണ് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടിയാണ് അവിടെ വാദിച്ച് ഇത്ര വലിയ ഒരു 11 ലക്ഷം എന്നുള്ളതൊരു 4 ലക്ഷമാക്കി കുറയ്ക്കുന്നത്. നമുക്ക് വേണ്ടി എല്ലാ സമയത്തും നാം പരിശുദ്ധ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്കീമുകളോ ബാങ്ക് സ്കീമുകളോ ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് വേണ്ടി സ്കീമുകളെല്ലാം പദ്ധതികളെല്ലാം ചുരുങ്ങുകയും കൂടുകയും സമയം വൈകുകയും സമയം ചുരുക്കുകയും ഒക്കെ ചെയ്യും. നമുക്കറിയാം, ഉടമ്പടിയിലെ ഒരു എലമെൻ്റാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയും നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മയുമാണ്. 11 ലക്ഷത്തിൻ്റെ ഭാരം അമ്മ അത് വളരെ ചെറുതാക്കി കൊടുത്തുവെന്ന് ഈ സഹോദരനോട് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സഹോദരൻ്റെ വള്ളവുമായി ഈ വെള്ളിയാഴ്ചയാണ് ഒരു വലിയ അപകട സാധ്യത. കടലിൻ്റെ സമുദ്രതാരമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മോടൊത്ത് ഈ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. കാറ്റും കോളും വന്നപ്പോൾ ശിഷ്യന്മാരുടെ അതേ നമ്പർ തന്നെ ഇവർ 11 പേരായിരുന്നു. ഒരു പക്ഷേ യൂദാസ് അതിലുണ്ടായിരുന്നില്ല. 13 പേര് വഞ്ചിയിലുണ്ടായിരുന്നു. ആ കാറ്റും കോളും വന്ന സമയത്ത് അവരെല്ലാം നിലവിളിച്ചു, ഗുരു അങ്ങ് ഉറങ്ങുകയാണോ? ഇവരെ വളരെ സുരക്ഷിതമായി കൊച്ചിയിൽ നിന്ന് ചെല്ലാനത്തേക്ക് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ വലിയ കാറ്റും കോളും പേമാരിയും ഉണ്ടായി. ഈശോയ്ക്ക് സമയം കൃത്യമായി എവിടെയാണ് മഴ പെയ്യിക്കേണ്ടതെന്നും എവിടെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നും ശാന്തമാക്കാനും ഈശോ കൃത്യമായി കടലിനോടും കരയോടും ആകാശങ്ങളോടും മേഘങ്ങളോടും ഒക്കെ കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ എത്രയോ അപകടങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ വിശ്വാസത്തെ മാറ്റുരച്ച് നോക്കുന്നു. ഇദ്ദേഹം അല്പം പോലും കുലുങ്ങിയില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് നല്ല ധൈര്യമുണ്ടായിരുന്നു, ഞാൻ എത്തുന്നതുവരെ മഴ പെയ്യുകയില്ല, കാരണം ഈശോ എൻ്റെ അമ്പലത്തിരുന്ന് ഉറങ്ങുന്നുണ്ട് എന്ന് ഒരു വലിയ ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പീറ്റർ സഹോദരൻ്റെ ഈ വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്ക് അമ്മയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.